പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദിയുടെ കാലിലേക്ക് മരുന്നെല്ലാം പുരട്ടി കൊടുത്ത് പയ്യെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കട്ടെ വിക്രം. ഇത്ര ദിവസം തന്നോട് ദേഷ്യത്തോട് ചാടിക്കടിക്കാൻ വന്ന വിക്രം ഏതായാലും വളരെയധികം സ്നേഹത്തോടു കൂടി തൻ്റെ കാലിങ്ങനെ മസാജ് ചെയ്ത് തരുന്നത് കാണുന്ന സമയത്തിന് വേദയുടെ മനസ്സിൽ ചെറിയതായിട്ടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിപ്പോവാണ് വിക്രത്തിനോട്. എന്നിട്ട് വിക്രം മസാജ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കട്ടെ വേദ. ഇതേ സമയത്തായിരിക്കും സുധാകരൻ മാഷ് പറഞ്ഞ ആ ഒരു തൈലവുമായിട്ട് കമലമ്മ നേരെ അവരുടെ അടുത്തേക്ക് വരുന്നത്. കമലമ്മ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇതേതായാലും നന്നായി വിക്രം, നിനക്ക് ഇപ്പോഴെങ്കിലും വേദമോളിയൊന്ന് നോക്കാൻ തോന്നിയല്ലോ. കമലമ്മയെ കണ്ട് ചമ്മലോട് കൂടി തന്നെ വിക്രം അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കാൻ നോക്കുന്ന സമയത്ത് കമലമ്മ പറയുന്നുണ്ട്, അതെ നീ അവിടെ തന്നെ ഇരിക്കും, എന്നെ കണ്ട് ചമ്മലോട് നീ എഴുന്നേൽക്കൊന്നും വേണ്ട, ഇതൊക്കെ നീ വേദമോൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കടമ തന്നെയാണ്, നീ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞിട്ട് ഇത് മാഷ് തന്ന തൈലാണ്, ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വേദമോളുടെ കാലിലെ വേദനയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും, മാഷാണ് ഈ തൈലം എടുത്തു തന്നത് എന്നിങ്ങനെ കമലമ്മ പറയുന്നത് കേട്ടുകൊണ്ടതിന് വേദക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അങ്ങനെ തൈലം കൊടുക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് എനിക്കൊന്നും വയ്യ, അമ്മ തന്നെ ഇത് ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് അതൊന്നും പറ്റില്ല, നീ തന്നെ ചെയ്തു കൊടുക്കണം, നിന്റെ ഭാര്യയല്ലേ ഇവള്, ഏതായാലും ഇവിടെ ഇരിക്കട്ടെ, നീ തന്നെ ഇത് ചെയ്തു കൊടുത്താൽ മതി, ഇപ്പോൾ ഓയിൽമെൻറ്റ് ഇട്ടതല്ലേ, ഇനി വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തേച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും നോക്കിയിട്ട് ചിരിച്ചതിന് ശേഷം കമലമ്മ അവിടെ നിന്ന് പോവും. കമലമ്മ അവിടെ നിന്ന് പോയതിന് ശേഷം വിക്രം ഇങ്ങനെ ദേഷ്യത്തോട് കൂടി തന്നെ വേദിയോട് പറഞ്ഞു, അമ്മ എല്ലാം കണ്ടു, അമ്മ നമ്മളെ വല്ലാതെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, നിന്നോട് എനിക്കിപ്പോൾ ഒരുപാട് സ്നേഹമെന്നായിരിക്കും അമ്മ വിചാരിച്ചു വെച്ചേക്കുന്നത്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നാണ് അമ്മ വിചാരിച്ചു വെച്ചേക്കുന്നത്, പക്ഷേ അങ്ങനെയൊന്നും നമ്മളുടെ ഇടയിലില്ല എന്ന കാര്യം നിനക്കും എനിക്കും അറിയാലോ എന്ന് വിക്രം പറയുന്ന സമയത്തിന് വേദ ചിരിച്ച് പുഞ്ചിരിയോട് പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എന്നോട് ഒത്തിരിയധികം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാലോ വിക്രു, മനസ്സിൽ ഒരുപാടധികം സ്നേഹം വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പുറമെ ജാട കാണിക്കല്ലേ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് തിരിച്ചങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ നാടത്തോട് ചിരിക്കുകയാണ്. ഒറ്റ ദിവസം ഈ വീട്ടിൽ നമ്മൾ മാത്രമായിട്ട് അങ്ങ് അകപ്പെട്ടതോട് കൂടത്തിന് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ഒരുപാട് അങ്ങ് അടുത്തു, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നതിന്, ആഹാ അങ്ങനെയാണോ നിനക്ക് തോന്നിയത്, എന്നാൽ പിന്നെ അതൊക്കെ നിൻ്റെ ഇമാജിനേഷൻ ആയിരിക്കും, എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം കൂടെ കേട്ടോ, അതെ എനിക്ക് നിന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല, അതും നിന്നോട് എനിക്കൊരു മണ്ണാങ്കെട്ടിയില്ല, ഒന്ന് എഴുന്നേറ്റ് പോടി എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യത്തോട് അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കാണ്. അപ്പോൾ വേദ പറഞ്ഞിട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല, അത്രയുള്ള കാര്യം ഇപ്പം തീർന്നില്ലേ പ്രശ്നം എന്നൊക്കെ പറയും. എന്നിട്ട് വേദ പറഞ്ഞിട്ട് അതെ ഒന്ന് എന്നെ പിടിക്കും, ഞാനൊന്ന് എഴുന്നേറ്റ് നോക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട ഞാനൊന്ന് നടന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വേദ ഏതായാലും നടക്കാൻ ശ്രമിക്കുന്ന സമയത്തിന് വേദ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോകും. എന്നാൽ വിക്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് വേദ വീഴാതെ അങ്ങ് താങ്ങി പിടിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കിയിരിക്കുകയാണ്. വേദക്കാണെങ്കിൽ കാല് വല്ലാത്ത വേദനിക്കിട്ടോ, ഒട്ടും നിൽക്കാൻ പോലും പറ്റുന്നില്ല. വേദ കരയാൻ തുടങ്ങും, അയ്യോ എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു, കാല് നിലത്ത് പോലും വെക്കാൻ പറ്റുന്നില്ല, അയ്യോ എന്നൊക്കെ പറയുന്ന സമയത്തിന് വിക്രം നന്നായിട്ട് തന്നെ വേദയെ താങ്ങി പിടിക്കും. വേദക്കാണെങ്കിൽ കാലെടുത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് വിക്രത്തിനോട് പറഞ്ഞിട്ട്, വിക്രം എനിക്ക് കാല് പോലും എടുത്തു വെക്കാൻ പറ്റുന്നില്ല, കാല് നന്നായിട്ട് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിൻ്റെ തോളിലങ്ങ് കയറി പിടിക്കും. വേദന സഹിക്കാൻ കഴിയാതെ വേദ ഏതായാലും വിക്രമിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്തിന് വിക്രമിന് എന്തോ പോലെ ആവാണ്. എന്നിട്ട് പരസ്പരം ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പയ്യെ ഇങ്ങനെ നടന്നു നോക്കായിരിക്കട്ടെ വേദ. വിക്രം വേദയെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം താങ്ങി പിടിച്ചത് കൊണ്ട് തന്നെ പയ്യെ നടന്നിട്ട് വേദ ഇങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് വരുമായിരിക്കും. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമിന് വേദയോടുള്ള ആ ഒരു കെയറിങ്ങും ആ ഒരു സ്നേഹവും എത്രമാത്രമാണ് വിക്രം വേദിയെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ ഒരു ഷോക്കേറ്റതുപോലെ ആയിരിക്കട്ടെ നന്ദിനി ഇതെല്ലാം കാണുന്നത്. എന്നാൽ നന്ദിനി കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരം മുതലാക്കിക്കൊടുത്തിട്ട് വേദങ്ങനെ വിക്രമിനോട് പറഞ്ഞിട്ട്, അതെ എനിക്ക് പല്ല് തേക്കണം, എന്നെ പുറത്തുള്ള ആ പൈപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി. വേദയെ കണ്ടുകൊടുത്തിട്ട് നന്ദിനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ ശരിക്കും ഇവളുടെ ഒരു കള്ള അടവായിരിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്തിന് വേദ ഏതായാലും ഒരു കള്ളച്ചിരി അങ്ങ് പാസ്സാക്കുന്നുണ്ടോ നന്ദിനിയോട്. നന്ദിനി മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇവളുടെ അഭിനയം തന്നെയാണ്, അല്ലാതെ ഇവളുടെ കാലിന് ഒരു കുഴപ്പമില്ല. വിക്രം ഏതായാലും വേദയെ താങ്ങി പിടിച്ച് നേരെ ആ ഒരു പൈപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല വേദയോട് പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ വെച്ചിട്ട് പല്ല് തേക്കോ കുളിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യേ. വിക്രം ഏതായാലും വേദനെ ആ ഒരു പൈപ്പിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അവിടെ നിന്നങ്ങ് പോകാൻ നോക്കുന്ന സമയത്തിന് വേദ പുറകിൽ നിന്ന് വിളിക്കണേ, അതെ നിങ്ങൾ എങ്ങോട്ടേക്കായി പോകുന്നത്, നിങ്ങൾ വന്നിട്ട് എനിക്ക് ബ്രഷ് എടുത്ത് താ, എന്നിട്ട് ബ്രഷിൽ പേസ്റ്റ് ആക്കി താ, അല്ലാതെ ഞാൻ എങ്ങനെയാണ് പോയിട്ട് ബ്രഷും പേസ്റ്റൊക്കെ എടുക്കുന്നത്, എനിക്ക് കാലോട് വയ്യാത്തതാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഏതായാലും വന്നിട്ട് വേദക്ക് ഇങ്ങനെ പേസ്റ്റും ബ്രഷൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. വേദ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ വിക്രം അനുസരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നന്ദിനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നന്ദിനി ഏതായാലും വിക്രത്തിൻ്റെ വേദയുടെ അടുത്തേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് നന്ദിനി അടുത്ത് ഞങ്ങളൊന്ന് സഹായിക്കുക എന്ന് പറയും. നന്ദിനി പറഞ്ഞിട്ട് നീ പോയിക്കോ, ഇവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്ന സമയത്തിന് വിക്രം അവിടെ നിന്നങ്ങ് പോവും. അതിനുശേഷം നന്ദിനി ഏതായാലും വേദയെ അങ്ങനെ അടിമുടി നോക്കും. വേദ ഇങ്ങനെ നന്ദിനിയെ നോക്കി ചിരിക്കുന്ന സമയത്തിന് നന്ദിനി ചോദിക്കുന്നത്, എടി ഇതൊക്കെ നിന്റെ അഭിനയമല്ലേ, അല്ലാതെ നിനക്ക് ശരിക്കും ഉളുക്കുണ്ടോടി. അന്നേരം എനിക്കൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ വേദ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. അപ്പോൾ നീ എന്നെ പറ്റിക്കുവല്ലേടി. വേദ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ചോദിക്കുന്നത്, അപ്പോൾ നീ ഞങ്ങളെല്ലാവരും പറ്റിക്കുവാണല്ലേടി.
നിനക്കപ്പം ശരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ഇല്ലെന്നേ, എനിക്കൊരു കുഴപ്പമില്ല, സത്യം പറയണേ നിനക്കൊരു പ്രശ്നമില്ലെന്ന് നന്ദിനി വീണ്ടും ചോദിക്കുന്ന സമയത്തിന് ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നന്ദിനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നിങ്ങനെ തുള്ളിച്ചാടി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേദ. ദേ കണ്ടില്ലേ നന്ദിനി എടുത്ത് എൻ്റെ കയ്യിനും കാലിനും യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ തുള്ളിച്ചാടുന്നതും കണ്ടിങ്ങനെ അമ്പരത്തോടെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടോ നന്ദിനി. ഹമ്പടി കള്ളി, അപ്പോൾ നിന്റെ കയ്യിനും കാലിനും ഒരു കുഴപ്പമില്ല, നിന്നെ ഞാൻ ഇന്ന് തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. നിനക്കുള്ള പണി ഞാൻ തരാടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കമലമ്മ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താട്ടോ. അമ്മേ എന്നങ്ങ് നീട്ടി വിളിക്കുന്നുണ്ട് നന്ദിനി. എന്നാൽ നന്ദിനിയുടെ അലർച്ച കേട്ടുകൊണ്ടിട്ട് കമലമ്മയും വിക്രമൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരും. എന്താ നന്ദിനി, എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അപ്പോൾ വേദ പറഞ്ഞിട്ട് അമ്മേ ഞാൻ എവിടെ ഇരുന്ന് പല്ല് തേക്കുമായിരുന്നു. അപ്പോൾ നന്ദിനിയടുത്തിയോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞപ്പോഴേക്കും നന്ദിനിയടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തില്ല. അല്ലെങ്കിൽ നന്ദിനിയടുത്തേക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണല്ലോ, എന്നൊന്നും ഇവിടെ സഹായിക്കാൻ പോലും ആരുമില്ല അമ്മേ. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞിട്ട് നന്ദിനി നീ അങ്ങോട്ടേക്ക് മാറി നിന്നേ, വിക്രം നീ പോയിട്ട് മോളെ ഒന്ന് സഹായിച്ചേന്ന് പറയും. എടാ മോളുടെ കാലിന് വയ്യാതെ നിനക്കറിയില്ലേ, മോൾക്കൊന്നും നടക്കാൻ പോലും വയ്യ എന്ന കാര്യം നിനക്കറിയാം, എന്നിട്ടാണോ നീ പൈപ്പിൻ്റെ അടുത്ത് മോളെ ഒറ്റക്ക് നിർത്തിയിട്ട് നീ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ചോദിക്കും. മോൾ ഏതായാലും പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം മോളെ തിരിച്ച് റൂമിലേക്ക് ഇരുത്തിയിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വിക്രം പിന്നെ മറുത്തൊന്നും തന്നെ പറയുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ വേദ ചിരിക്കുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരും. എന്നിട്ട് കമലത്തിനോടായിട്ട് പറയുന്നിട്ട് അങ്ങനെയൊന്നും അല്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ വേദയുടെ കാര്യം പറയാൻ ശ്രമിക്കുന്ന സമയത്തിന് കമലമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവും. വേദ പറഞ്ഞിട്ട് വിക്രം എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, എന്നെ ഒന്ന് പിടിക്ക്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ നേരെ പോയിട്ട് വേദ ഇങ്ങനെ തോളോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം വേദ ഇങ്ങനെ പിടിച്ച് താങ്ങിക്കൊണ്ട് തന്നെ മുറിയിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം കണ്ടിട്ട് കണ്ണും മെഴിച്ചിങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ നന്ദിനി. വിക്രം വേദയെ താങ്ങി പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തിന് വേദ നന്ദിനിയോട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ പോലും ഒന്നും ഉപദ്രവിക്കാതിരുന്നോടെ നന്ദിനി എടുത്തി എന്ന് പറയുന്ന സമയത്തിന് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കണ്ണും മെഴിച്ച് നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് നിൽക്കുമായിരിക്കട്ടെ നന്ദിനി. എന്നിട്ട് വിക്രം കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് വേദ പറഞ്ഞിട്ട് എനിക്കൊട്ടും വയ്യാത്തതുകൊണ്ടല്ലേ, എൻ്റെ കാല് വയ്യാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കോ, എനിക്ക് വയ്യാതായിട്ട് ഈ നന്ദിനിയെടുത്തി എന്നെ ഹെൽപ്പ് പോലും ചെയ്തില്ലല്ലോ, നന്ദിനിയെടുത്തേക്ക് ഒട്ടും മനസ്സാക്ഷി ഇല്ലാതായി പോയല്ലോ നന്ദിനിയെടുത്തി, എനിക്കൊന്നും വയ്യാതായപ്പോഴേക്കും എന്നെ ഇവിടെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലാതെങ്ങനെ വേദ വിഷമത്തോടു കൂടെ പറയുന്നത് കേട്ടിട്ട് ആകെങ്ങനെ ഒന്നും മിണ്ടാൻ കഴിയാതെ മിഴിച്ച് നിന്ന് നോക്കി നിൽക്കായിരിക്കട്ടെ നന്ദിനി. അതിനുശേഷം വേദ ഇങ്ങനെ വിക്രമിനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് തന്നെ വിക്രം ഏതായാലും വേദയെ ചേർത്ത് പിടിച്ച് നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കായിരിക്കട്ടെ നന്ദിനി. വിക്രം വേദയെ താങ്ങി പിടിച്ച് നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിരുത്തുന്നതോടുകൂടി തന്നെ വേദ താങ്ക്സ് എന്ന് പറയും. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് വയ്യാതായ നിങ്ങൾ എന്നെ നോക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അപ്പോൾ വിക്രം പറഞ്ഞിട്ട് നീ ഒരു വേദാളത്തെ പോലെ എൻ്റെ തോളിൽ അങ്ങ് തൂങ്ങിയേക്കല്ലേ, അതുകൊണ്ട് എനിക്ക് മറ്റു നിവൃത്തില്ല, ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ, മറ്റു വഴി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഇങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞതിന് ശേഷം വിക്രം ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ചായ കുടിക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലും. കമലമ്മ ചോദിക്കുന്നുണ്ട് എടാ വേദമോൾ എവിടെ, അവളുടെ കാലിനിപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് എനിക്കറിയില്ല, ഞാൻ ഏതായാലും അവളെ നേരെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്, എനിക്കൊന്നും വയ്യ ആ വേദാളത്തെ ചുമന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരുത്താൻ, ഇനി അവൾക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ തന്നെ അമ്മ അങ്ങോട്ടേക്ക് കൊണ്ടുകൊടുക്കുമെന്ന് പറയുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട് എന്ത് ഞാനോ, നീയല്ലേ അവളുടെ ഭർത്താവ്, അപ്പോൾ നിനക്കെന്താ അവൾക്കുള്ള ഭക്ഷണം അങ്ങ് കൊണ്ടുകൊടുത്താൽ, നീ ആദ്യം കാപ്പി കുടിച്ചിട്ട് മോൾക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തു തരാം, എന്നിട്ട് നീ തന്നെ നിന്റെ ഭാര്യക്കങ്ങ് കൊണ്ടുകൊടുത്താൽ മതി എന്ന് പറയും കമലമ്മ. എന്നിട്ട് മോള് കഴിച്ച പാത്രം കൂടി കഴുകി വെച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്നും പറയാട്ടോ. അന്നേരം വിക്രം പറഞ്ഞിട്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അവൾ എന്താ കൊച്ചുകുട്ടിയാണോ, അവൾക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ, അതിന് മാത്രം അവളുടെ കാലിന് യാതൊരു കുഴപ്പമില്ല, അവൾ വെറുതെ നമ്മളെയൊക്കെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതായിരിക്കും എന്നിങ്ങനെ വിക്രം പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കട്ടെ നന്ദിനി വരുന്നത്. നന്ദിനി പറഞ്ഞിട്ട് അതേ അമ്മേ, അവളുടെ കാലിന് ഒരു കുഴപ്പമില്ല, ഞാൻ അത് തന്നെയാണ് അമ്മയോട് പറയാനും വന്നത്, അവളുടെ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല അവൾ എൻ്റെ മുന്നിൽ വെച്ച് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചു, അതൊക്കെ ഞാൻ എൻ്റെ കണ്ണോട് കണ്ടതാണ്, എന്നിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവൾ എന്നെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തി, ഇതൊക്കെ അവൾ കരുതി കൂട്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറയായിരിക്കട്ടെ നന്ദിനി. അന്നേരം കമലമ്മ വഴക്ക് പറയണ നന്ദിനി നീ ഒന്നും മിണ്ടാതിരുന്നേ, നീ ആ മോളെ വയ്യാത്ത സമയത്ത് അവൾ ഇന്ന് സഹായിച്ചതുകൂടിയില്ല, എന്നിട്ടാണ് ഇപ്പോൾ മോളെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. വേദമോൾ ഒരിക്കലും അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കില്ല, അവളുടെ കാലിന് നല്ല വേദനയുണ്ട്, അതുകൊണ്ടല്ലേ വേദമോൾക്കൊന്നും നടക്കാൻ പോലും കഴിയാത്തത്. ഇതേ സമയത്തിന് വിക്രം ഏതായാലും ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേദക്കുള്ള ഭക്ഷണം കൂടി വിക്രമിൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കമലമ്മ. ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് നന്ദിനി ഇങ്ങനെ വിക്രത്തിനെ നോക്കി നിൽക്കുമായിരിക്കും. വിക്രം ഒന്നും മിണ്ടാതെ വേദക്കുള്ള ഭക്ഷണമായിട്ട് നേരെ മുറിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് വേദയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. വേദ ഏതായാലും വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം വളരെയധികം സന്തോഷത്തോടു കൂടി അതിങ്ങനെ കഴിക്കുമായിരിക്കും. വിക്രം കണ്ണിമ വെട്ടാതെ വേദ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. വേദ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ കഴിച്ചിരുന്നു, നീ വേഗം കഴിച്ചിട്ട് ആ പാത്രം ഇങ്ങതാ. വേദ ഏതായാലും പെട്ടെന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ആ പാത്രം നേരെ വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ആ സമയത്തിന് ഒരു സംശയത്തോടു കൂടി തന്നെ വിക്രം ഇങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട് ഒന്നും അറിയണ്ടല്ലോ, വെറുതെ ഇരുന്നങ്ങ് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി, എല്ലാം മുന്നിലേക്ക് വരുമല്ലോ. എടി സത്യം പറയടി, നിന്റെ കാല് ശരിക്കും മുളുക്കിയിരിക്കുന്നതാണോ അതോ നീ വെറുതെ അഭിനയിക്കുന്നതാണോ?
അന്നേരം വേദ ചോദിക്കുന്നത്, എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഒട്ടും മനുഷ്യത്വമില്ലേ, നിങ്ങൾക്ക് എന്താ വട്ട് പിടിച്ചോ? ഇന്നലെ വേദന സഹിച്ചിട്ട് ഒരു പോള പോലും ഞാൻ കണ്ണടച്ചിട്ടില്ല. വേദന സഹിച്ചിട്ട് എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു മനസാക്ഷി സ്നേഹം ഒന്നുമില്ലെന്ന്. ഒട്ടും വയ്യാത്ത എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാൻ? വേദന ചോദ്യമെല്ലാം കേൾക്കുന്ന സമയത്തിന് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകട്ടോ. വിക്രം തല താഴ്ത്തി അവിടെ നിന്ന് പോകുന്ന സമയത്തിന് വേദ വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. വിക്രം പാത്രവുമായിട്ട് നേരെ അടുക്കളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എടോ വിക്രു, ഈ വേദ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അങ്ങ് മനസ്സിലായിട്ടില്ല. ശരിക്കും ഈ വേദ ശങ്കരൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.